ഹായ് ഗൈസ്, വെൽക്കം ടു എക്സ് റിവ്യൂസ്. ഇപ്പോൾ നമ്മുടെ ചാനലിൽ ഫസ്റ്റ് വീഡിയോ ആണ്. ഇപ്പോൾ ഒരു തുടരുന്ന സിനിമ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് 10 മണിയുടെ ഷോയ്ക്ക്. അപ്പോൾ സിനിമ കണ്ടു കഴിഞ്ഞ് റിവ്യൂ പറയുന്നതാണ്. ഹലോ ഗൈസ്, തുടരും സിനിമ കണ്ടു. എൻ്റെ ചാനലിൽ ഫസ്റ്റ് വീഡിയോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ തുടങ്ങാം. സിനിമ നല്ലൊരു സിനിമയായിരുന്നു. കാരണം നമ്മൾ ട്രെയിലറിൽ കണ്ടൊരു സിനിമയല്ലൊരു ശരിക്കും പറഞ്ഞു. നമ്മൾ ഒരു ട്രെയിലർ ഒരു ഫീൽ ഗുഡ് സാധനമൊക്കെയാണ് നമ്മൾ ആദ്യമൊക്കെ നമുക്ക് തോന്നുന്നത്. പക്ഷേ അങ്ങനെയല്ല, തിരിച്ച് വേറൊരു രീതിയിലാണ് ഈ പടം പോകുന്നത്. കാരണം ഫസ്റ്റ് ഹാഫ് നല്ല രീതിയിൽ തന്നെ എൻഗേജിങ് ആയിരുന്നു, നല്ല കോമഡിയൊക്കെ ആയിട്ടാണ് പോയത്. പക്ഷേ ഇൻ്റർവെൽ ആയപ്പോഴാണ് പടത്തിന് ട്രാക്ക് അങ്ങോട്ട് മാറുന്നത്. എനിക്ക് ചില ക്യാരക്ടേഴ്സ്, ചില ക്യാമിയോസൊക്കെ ഈ പടത്തിൽ വന്നു പോകുന്നത് നല്ല രസമായിരുന്നു. പിന്നെ ലാലേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ 90s ആ ഒരു ലാലേട്ടൻ തിരിച്ചു വന്നെന്നുള്ളൊരു രീതി, ഞാനും ആ ഒരു രീതിയിലാണ് പോയി കണ്ടത്. പക്ഷേ ഇതിനകത്ത് ആ ഒരു 90s പല സിനിമകളിലൊക്കെ റെഫറൻസ് ഈ പടത്തിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവർക്ക് കണ്ടിരിക്കാൻ രസമായിരുന്നു. 90s മാത്രമല്ല, ഈ ഇയർ മോസ്റ്റ് ഓഫ് ദ മൂവീസിൽ ലാലേട്ടൻ്റെ പല സിനിമയിലെ റെഫറൻസ് ഈ പടത്തിൽ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കണ്ടിരിക്കാൻ എനിക്ക് പറയാം. പിന്നെ മോഹൻലാൽ ശോഭന പോകുമ്പോൾ അത് പറയേണ്ട ആവശ്യമില്ല. അവരിപ്പോൾ ടോട്ടൽ ഒരു 55 സിനിമയെങ്കിലും ചെയ്തതാണ് ഹരിക്കും. അപ്പോൾ ഈ പടത്തിൽ അവർ നല്ല രീതിയിൽ തന്നെ അവരുടെ പോകുമ്പോൾ വർക്കൗട്ടായി. പിന്നെയെന്ന് പറഞ്ഞാൽ പിന്നെ BGM സോങ്സും അത് കിടിലമായിരുന്നു. തിയേറ്ററിൽ നല്ലൊരു ഇത് തന്നെയായിരുന്നു. പിന്നെ എഡിറ്റിംഗ് വർക്കൊക്കെ സൂപ്പറായിരുന്നു. വിഷ്വൽസൊക്കെ കിടിലമായിരുന്നു. തുടങ്ങുന്ന സമയത്തൊക്കെ വിഷ്വൽസ് ഫ്രെയിംസൊക്കെ കാണിക്കുന്ന ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് വന്നാണ്. ഒരു മസ്റ്റ് വാച്ച് സിനിമ തന്നെ, മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സാണ്. പിന്നെ ഈ പടത്തിൻ്റെ ഡയറക്ഷനും കിടിലമായിരുന്നു. കരൺമൂർത്തി ഫ്രം ദ ഡയറക്ടർ ഓഫ് ഓപ്പറേഷൻ ജവാൻ സൗദി അറേബ്യ. രണ്ടും എനിക്ക് ഇഷ്ടമുള്ള സിനിമയാണ്. ആ സിനിമകൾ പോലെ തന്നെ എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടു. നല്ലൊരു സിനിമയായിരുന്നു. ഡയറക്ഷനും തന്നെ ഒരു നല്ല ഇതുണ്ട്. ഈ ഒരു പടം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ഇമോഷണലി കണക്റ്റായി എന്നുള്ളതാണ്. കാരണം ഞാൻ പറയുന്നില്ല. പിന്നെ സെക്കൻഡ് ഹാഫ് കാണുന്ന സമയത്ത് ചില കാര്യങ്ങളൊക്കെ നമുക്ക് കഥ ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ പ്രെഡിക്റ്റ് ആയിട്ടൊക്കെ തോന്നിയേക്കാം. എനിക്കങ്ങനെ തോന്നി. അതൊക്കെ പ്രെഡിക്റ്റ് ആയ പോലെയാണ് വന്നതെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ നിങ്ങൾ തന്നെ കാണണം. പിന്നെ ഈ സിനിമയിൽ പറ്റി പറയാൻ ബാക്കിയുള്ള ക്യാരക്ടേഴ്സൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നല്ലൊരു കണ്ടിരിക്കാവുന്നൊരു പടം തന്നെയായിരുന്നു. സോ മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സ് കാണുക. അപ്പോൾ എൻ്റെ ഈ ചാനൽ എക്സ് റിവ്യൂസിൽ ആദ്യത്തെ വീഡിയോ ആണ്. എൻ്റെ റിവ്യൂസ് എല്ലാം എൻ്റെ പേഴ്സണൽ റിവ്യൂസ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു പടം എനിക്ക് നല്ലപോലെ തന്നെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.